വോട്ടർ ഐ ഡി ആധാറുമായി ബന്ധിപ്പിക്കാൻ തീരുമാനം. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയും ചേർന്നാണ് ഇത് നടപ്പാക്കുക. വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ആരോപിച്ച് പ്രതിപക്ഷം രംഗത്തെത്തിയ പശ്ചാത്തലത്തിലാണ് തീരുമാനം. ബൽറാം നെടുങ്ങാടിയുണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന്. ബൽറാം, വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ബൽറാം? പാർട്ടികൾ പ്രത്യേകിച്ച് തൃണമൂൽ കോൺഗ്രസ് അടക്കമുള്ള ജ്ഞാനേഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്നത് ഈ യോഗത്തിലാണ് സുപ്രധാനമായ തീരുമാനമെടുത്തിരിക്കുന്നത്. വോട്ടർ രേഖകൾ ആധാർ ഡാറ്റാബേസുമായി ബന്ധിപ്പിക്കാനുള്ള തീരുമാനമാണ് യോഗത്തിൽ എടുത്തിരിക്കുന്നത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒപ്പം തന്നെ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയും സംയുക്തമായിരിക്കും ഈ ബന്ധിപ്പിക്കൽ നടപ്പാക്കുക. ആധാർ വിശദാംശങ്ങൾ നൽകുന്നത് സ്വമേധയാണ് എന്ന് കാണിക്കുന്ന ഫോം 6B ഭേദഗതി ചെയ്യാൻ നിയമമന്ത്രാലയവും തീരുമാനമെടുത്തിട്ടുണ്ട്. നിയമമന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ, നിയമമന്ത്രാലയ സെക്രട്ടറി അടക്കമുള്ളവർ ഇന്നലെ ചേർന്ന യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഇതിൽ പ്രധാനമായും 1950 ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ 23(4), 23(5), 23(6) എന്നിവ അനുസരിച്ചായിരിക്കും ഈ ലിങ്കിങ് നടപ്പാക്കുക എന്നാണ് ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, ഉന്നത കേന്ദ്രങ്ങൾ അറിയിക്കുന്നത്. ഇത്തരത്തിലുള്ള വിവരങ്ങൾ പങ്കിടാൻ വിസമ്മതിക്കുന്നവർ എന്തുകൊണ്ടാണ് ഈ വിവരങ്ങൾ നൽകാതിരിക്കുന്നത് എന്ന കാര്യം ബോധിപ്പിക്കേണ്ടി വരും. ഇത് നിർബന്ധമാകില്ല എങ്കിൽ പോലും വിവരങ്ങൾ നൽകാത്തവർ അതിന്റെ കാരണം കാണിക്കേണ്ടി വരുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഉന്മേഷ്. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.